ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. സോ ഇഗ്നോ പോയിൻറ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് വീഡിയോയിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന കോഴ്സാണ്. സോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്, അതേസമയം ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാച്ചിലർ ഓഫ് ആർട്സ് ഓണേഴ്സ് BAEGH എന്ന പ്രോഗ്രാം കോഡോടുകൂടി വരുന്ന ഇഗ്നോയിലെ കോഴ്സിനെ കുറിച്ചാണ്. ഇത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കോഴ്സാണ്. സോ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഡീകോഡ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഗ്നോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയച്ചോ വോയിസ് മെസ്സേജ് അയച്ചോ നമ്മളുമായിട്ട് സംസാരിക്കാവുന്നതാണ്. സോ ഒരു 24 hours തന്നെ നിങ്ങളുടെ ക്വയറി എന്താണോ അത് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. സോ നമ്മുടെ വാട്സപ്പ് നമ്പർ 9562636469 എന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. നമുക്ക് പ്രോഗ്രാം ഡീകോഡിലേക്ക് പോവാം. സോ ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമുക്കറിയാം ഇപ്പോൾ കോഴ്സസ് എസ്പെഷ്യലി ഓണേഴ്സ് പോലത്തെ കോഴ്സസിലൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക സബ്ജക്റ്റും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി മനസ്സിലാക്കാം. സോ ഒരു +2 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട്, അഥവാ ഒരു +2 ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ അഡ്മിഷൻ സെഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ജൂലൈ 2026 അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലൊക്കെ ഇഗ്നോയിൽ ഈ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എടുത്ത് പഠിക്കുമ്പോൾ എല്ലാ പേപ്പേഴ്സും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക, എല്ലാ പേപ്പേഴ്സും നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. അതിൽ വേറെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഒന്നും തന്നെയില്ല. ദ ഓണേഴ്സ് പ്രോഗ്രാം ഹാവ് എ മിക്സ് ഓഫ് കോഴ്സസ് ഫോർ ഏർണിംഗ് 148 credits. എ സ്റ്റുഡൻറ്റ് ഹാസ് ടു സ്റ്റഡി ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 148 credits ആണ് ടോട്ടൽ നമ്മുടെ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാം, ഈ ഓണേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഡിഗ്രി പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇത്ര ക്രെഡിറ്റ്സ് എന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രയും സബ്ജക്ട്സ് എല്ലാം നമ്മൾ, അതായത് ഈ ഡിഗ്രിക്ക് പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 148 credits കിട്ടും. ആ 148 credits കിട്ടുന്ന അവസരത്തിലാണ് നമുക്ക് ഈ ഓണേഴ്സ് ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ഡിഗ്രിയുടെ ഭാഗമായിട്ട് നമ്മൾ പലതരത്തിലുള്ള കോഴ്സസ് പഠിക്കണം, അതായത് പലതരത്തിലുള്ള സബ്ജക്ട്സ് പഠിക്കണം. ഇവിടെ കോർ കോഴ്സസ് ഉണ്ടാവും, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ഉണ്ടാവും, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സസ് ഉണ്ടാവും, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ജനറിക് എലക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ പല കോഴ്സസിൻ്റെ പേര് കോർ, ഡിസിപ്ലിൻ സ്പെസിഫിക് എന്നൊന്നും കേട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് ഏതെങ്കിലും ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഞാനിവിടെ ഇംഗ്ലീഷ് എന്നതിന് പകരം ഫോർ എക്സാമ്പിൾ ഞാൻ ഹിസ്റ്ററി എന്ന് പറയാം. എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. കാരണം ലാംഗ്വേജ് പേപ്പേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഡൗട്ട് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ആരുടെയും റിലേറ്റീവ്സോ സിബ്ലിങ്സോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും. അതിനെയൊക്കെ നമുക്ക് കോർ കോഴ്സസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കും, ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കും, വേൾഡ് ഹിസ്റ്ററി പഠിക്കും. അപ്പോൾ അതൊക്കെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴ്സസാണ്, അതൊക്കെ കോർ കോഴ്സസാണ്. അതേസമയം ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന ചിലരും നിങ്ങൾ ചോദിച്ചറിഞ്ഞാൽ അറിയും, ചിലപ്പോൾ അവർക്ക് പരീക്ഷ പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് പറയും. അപ്പോൾ അതെന്താണ്, അത് അവരുടെ സബ്സിഡറി സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റും ഉണ്ടായിരിക്കും. അതേസമയം ചിലപ്പോൾ അവർ ഹിസ്റ്ററിയിൽ തന്നെ വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുടെ ശാഖയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് വരുന്ന സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടാവും. അത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ആയിരിക്കാം. അതേപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ലാംഗ്വേജ് പേപ്പേഴ്സൊക്കെ വരും. കാരണം നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റു പല ലാംഗ്വേജസൊക്കെ അറിയുന്നത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ ഹിന്ദിയൊക്കെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ, സെക്കൻഡ് ലാംഗ്വേജ് പേപ്പറൊക്കെ ആയിട്ട് വരും. അതേപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോബിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലത്തെ പേപ്പേഴ്സൊക്കെ വരും. അതേപോലെ തന്നെ ജനറിക് എലക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചില എലക്റ്റീവ്സ് എടുക്കാനുള്ള അവസരങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക പോയിട്രി, നോവല് കാര്യങ്ങളൊക്കെ പഠിക്കും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എലക്റ്റീവ് കോഴ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ലാംഗ്വേജ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ഇംഗ്ലീഷ് തന്നെ ഒരു ലാംഗ്വേജ് പേപ്പറാണ്. പിന്നെ ഇഗ്നോയിൽ
ഹിന്ദി, സാൻസ്ക്രിറ്റ് അങ്ങനത്തെ ലാംഗ്വേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും ഇംഗ്ലീഷ് തന്നെ നമുക്ക് വീണ്ടും ഒരു ലാംഗ്വേജ് പേപ്പറായിട്ട് ഓപ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കോഴ്സസിനെ കുറിച്ച്. ഇനി ഇംഗ്ലീഷ് BA ഓണേഴ്സ് ഇംഗ്ലീഷിലെ എക്സാക്ട്ലി വരുന്ന സബ്ജക്ട്സ് എന്താണ്, പേപ്പേഴ്സ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി താഴെ ഇവിടെ കോർ കോഴ്സസ് എത്ര ക്രെഡിറ്റ്സിനാണ് നമ്മൾ പഠിക്കുന്നത്, അതേപോലെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എത്ര ക്രെഡിറ്റിനാണ് പഠിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഇത് വായിക്കും. ഇപ്പോൾ കോർ കോഴ്സസ് ആണെങ്കിൽ 14 കോർ കോഴ്സസ് നമ്മൾ പഠിക്കും. അതിലെല്ലാത്തിലും കൂടി നമുക്ക് അത് ഓരോ കോർ കോഴ്സിനും 6 ക്രെഡിറ്റ് ആണ്. അപ്പോൾ 14x6 എന്നുള്ള രീതിയിൽ നമുക്ക് ആ രീതിയിലായിരിക്കും ക്രെഡിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സോ അത് വേണ്ട ആൾക്കാർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് വായിക്കാവുന്നതാണ്. ഓക്കെ. ഇനി പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഓരോ സെമസ്റ്ററിലും നമ്മൾ പഠിക്കേണ്ട കോഴ്സസ് ഏതൊക്കെയാണ്, അതിൽ തന്നെ കോർ കോഴ്സസ് ഏതാണ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ഉണ്ടോ, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കുറേ കോഡ്സും നമ്പേഴ്സും ആയിരിക്കും കാണുന്നത്. സോ ജസ്റ്റ് ഈ ടേബിൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പറയാം. സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെയാണെങ്കിലും ഈ ടേബിൾ വായിച്ചെടുക്കാൻ സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ ഈ ടേബിളിൽ പ്രോഗ്രാമിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കോർ കോഴ്സസ് നിങ്ങൾ ഫസ്റ്റ് റോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ കോർ കോഴ്സിൻ്റെ കീഴിൽ BGC 101, DGC 102 എന്നീ കോഴ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നില്ല. അതേസമയം എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് നമുക്ക് BVA 181 എന്ന് പറയുന്ന പേപ്പറാണ് പഠിക്കാനുള്ളത്. അതൊരു എൻവയോൺമെൻറ്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. സോ ആ പേപ്പറാണ് പഠിക്കാനുള്ളത്. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നില്ല. അതേസമയം ജനറിക് എലക്റ്റീവ്സ് കുറേ ലിസ്റ്റ് ഓഫ് കോഴ്സസ് തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനാണ് പറയുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റ്സ് അങ്ങനെ 22 ക്രെഡിറ്റ്സിനാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും ഒക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില കേസസിൽ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് തന്നിട്ട് ഏതെങ്കിലും എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ് ഏതെടുക്കണം എന്നുള്ളത്. ഓക്കെ. ഇനി ജസ്റ്റ് ഈ കോഴ്സ് കോഡ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്താണ് ഈ കോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ BGSC 101 എന്ന് പറഞ്ഞാൽ ഏതാണ് സബ്ജക്റ്റ്, അതിൽ എന്താണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ആ ഡീറ്റെയിൽസ് ഇഗ്നോ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ BGC 101 എന്ന് പറയുന്ന പേപ്പർ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ്. അതേപോലെ തന്നെ BGC 102 എന്ന് പറയുന്നത് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറാണ്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് ചോയ്സ് ഇല്ല, നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കണം. ആ രീതിയിൽ കോർ കോഴ്സസ് ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന കോർ കോഴ്സസ് ഏതൊക്കെയാണ്, തേർഡ് സെമ്മിൽ വരുന്നത് ഏതാണ്, ഫോർത്ത് സെമ്മ്, ഫിഫ്ത്ത് സെമ്മ്, സിക്സ്ത് സെമ്മ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സിൽ നമ്മളിപ്പോൾ ആ ടേബിൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി പോവുകയാണ്. സോ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് നമുക്ക് ഫസ്റ്റ് സെമ്മി വരുന്നില്ല, സെക്കൻഡ് സെമ്മി വരുന്നില്ല, തേർഡ് സെമ്മി വരുന്നില്ല, ഫോർത്ത് സെമ്മിൽ വരുന്നില്ല. അതേസമയം നമ്മുടെ ഫിഫ്ത്ത് സെമ്മ് വരുമ്പോൾ നമുക്ക് BGE 141 എന്നും BGE 143 എന്ന് പറഞ്ഞിട്ടും കോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ സിക്സ്ത് സെമ്മ് വരുമ്പോൾ നമുക്ക് BGE 142, BGE 144 എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ അഗെയിൻ സ്ക്രോൾ ഡൗൺ ചെയ്യാണ്. അപ്പോൾ BGE 141 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് ആണ്. BGE 143 എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് പോയിട്രി. അതുപോലെ തന്നെ സിക്സ്ത് സെമസ്റ്ററിൽ അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ, അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സസ് ആണ് വരുന്നത്. ഇനി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്. അത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് ആ ഒരു കോഴ്സ് ഉണ്ട്. BVA 181 എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് പഠിക്കാനുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷൻ എടുക്കാൻ വരുന്നത് എവിടെയൊക്കെയാണ്, ജനറിക് എലക്റ്റീവ്സിൽ. അതായത് ഞാൻ വീണ്ടും ഈ ടേബിളിലേക്ക് വന്നു. ജനറിക് എലക്റ്റീവ്സിൻ്റെ കാറ്റഗറിയിൽ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്. BSOG 171 തൊട്ട് ONR O3 എന്ന് പറയുന്ന പലതരത്തിലുള്ള കോഴ്സ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ഈ കോഴ്സ് കോഡ് ഉള്ള പേപ്പേഴ്സ് ഏതാണ്, അതിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ വരുമ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസിൽ ഒരുപാട് കോഴ്സസിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. BANS 183, BPCS 183 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. വീണ്ടും തേർഡ് സെമസ്റ്ററിൽ ജനറിക് എലക്റ്റീവ്സിൻ്റെ കേസിലും 3 പേപ്പേഴ്സ് തന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മതി. അവിടെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കോഴ്സസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ താഴെ വരുമ്പോൾ കൃത്യമായിട്ട് ആ കോഴ്സസ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറിക് എലക്റ്റീവ്സിൽ NE1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ
നമ്മൾ ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറാണോ പഠിക്കാൻ താല്പര്യം, വാട്ടർ ഹാർവസ്റ്റിംഗ് ആണോ, അതോ ഇനി ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ജെൻഡറിക് എലക്റ്റീവ്സിൽ നമുക്ക് ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരു സബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ആൻഡ് ഹാർവസ്റ്റിംഗ് തരത്തിലുള്ള ടോപ്പിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. ഇനി സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. അതേപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, അങ്ങനത്തെയൊക്കെ പല പല എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള കോഴ്സസാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഓൺലൈൻ പോർട്ടലിൽ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഈ കോഴ്സസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മിക്കവാറും അതിൻ്റെ പേരും അതിനോട് കൂടി തന്നെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ജസ്റ്റ് പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഏത് കോഴ്സൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾ ഓൺലൈനിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതിലേത് കോഴ്സാണ് കുറച്ച് ബെറ്റർ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ഏതാ എടുക്കേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു 24 hours തന്നെ ശ്രമിക്കുന്നതാണ്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അഡ്മിഷൻ വീണ്ടും എക്സ്റ്റെൻഡ് ആവുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഏർലി ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണോ സ്റ്റഡി സെൻറ്റർ ഓപ്റ്റ് ചെയ്തത് ആ സ്റ്റഡി സെൻറ്ററിൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു കൺഫർമേഷൻ മെയിലും കാര്യങ്ങളൊക്കെ വരും. പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ഇഗ്നോയിലെ ലേണിംഗ് ജേർണി ഒഫീഷ്യലി സ്റ്റാർട്ട് ആവുകയാണ്. സോ നമ്മൾ ഒരുപാട് ഫ്രീ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് ഇനിയും വരുന്നതാണ്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡൗട്ട്സും റേസ് ചെയ്യാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇഗ്നോയിൽ വേറെയും BA ഇംഗ്ലീഷ് വേരിയൻസ് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്തത് BA ഓണേഴ്സ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഡീകോഡ് ചെയ്യണം, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്.